പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ക്രിസ്തേശുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിക്ക് തൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം, മാനസികമായിട്ട് ക്രിസ്തേശുവിന് അനുരൂപമായി വളരേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നാം ക്രിസ്തുവിനെ സ്വീകരിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ ഒന്നായി ചേർന്നു. നമ്മിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് വെളിപ്പെട്ടു. നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തേശുവിനാൽ നടത്തപ്പെടുന്നവരാകണം എന്നതാണ് ക്രിസ്തേശുവിലുള്ള ദൈവ ഇഷ്ടം. പലപ്പോഴും പലരും വിശ്വാസികളുടെ ഇടയിൽ പറയുന്നൊരു പദമാണ്, ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ നമ്മിൽ ആഗ്രഹിക്കുന്നത് നാം കർത്താവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിക്കണമെന്നാണ്. അതാണ് വി ഷുഡ് റിന്യൂ അവർ മൈൻഡ്. നാം ഇന്നൊരു പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന നമുക്ക് ആ പുതിയ സൃഷ്ടിയായിരിക്കുന്നതിൻ്റെ മനസ്സും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾക്ക് എത്രത്തോളം ഇത് ബെനിഫിഷ്യൽ ആകും എന്നെല്ലാം ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഞാൻ പറയുന്നതിലും ഉപരിയായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് നിങ്ങളോട് ഇടപെടണം. ദൈവസ്നേഹത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടണം. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വളരണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വർദ്ധിച്ചു വരണം. ഒരു രഹസ്യം കർത്താവിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ മനസ്സ് കുറഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളിൽ വർദ്ധിക്കത്തുള്ളൂ. ഞാൻ വ്യക്തമാക്കി നിങ്ങളോട് ഞാൻ സംസാരിക്കാം. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ താകുന്ന ജീവിത വീക്ഷണങ്ങൾ എല്ലാം മാറി ദൈവത്തിൻ്റേതായ ചിന്ത, ദൈവത്തിൻ്റേതായ വീക്ഷണം, ദൈവത്തിൻ്റേതായ ലക്ഷ്യം എല്ലാം നമ്മിൽ വെളിപ്പെടുവാൻ ആരംഭിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ആത്മീകമായി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആത്മീകമായി ജനിപ്പിച്ചിരിക്കുന്നവൻ്റെ ആത്മാവിന് പൂർണ്ണമായും കീഴ്പ്പെടുന്ന നിലവാരത്തിലേക്ക് നിങ്ങളും ഞാനും വന്നേ പറ്റൂ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചിന്ത എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ, അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിയ ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. ഒരു വ്യക്തി ഏറ്റവും അധികം ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റിയുടെ പേരാണ് അവൻ സ്വയം ത്യജിക്കാൻ തയ്യാറായവനായിരിക്കണം. പഴയ മനുഷ്യനെ ത്യജിക്കാതെ പുതിയ മനുഷ്യന് നമ്മിൽ വളരുവാൻ കഴിയില്ല. പഴയ മനുഷ്യനെ പോലെ ജീവിച്ചാൽ നാം വീണ്ടും പഴയ ജീവിതത്തിലേക്ക്
മടങ്ങിപ്പോകും. പഴയ മനുഷ്യനെ പോലെ ജീവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മിൽ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. നാം നമ്മിൽ ക്രിസ്തുവിനെ വെളിപ്പെടാൻ അനുവദിക്കുന്നില്ല. നമ്മിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി തികയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതമല്ല നാം ജീവിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോടൊന്ന് വ്യക്തമാക്കാം. ഈ ജീവിതം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഇതൊരു വിശ്വാസ ജീവിതമാണ്. കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിക്കുന്ന ജീവിതം. കാണാത്ത ദൈവത്തെ, നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് ആ ദൈവത്തിൽ ഒന്നായി ചേർന്നിരിക്കുന്നു എന്ന് നാം ആത്മാവിനാൽ തിരിച്ചറിഞ്ഞ് വിശ്വാസത്താൽ ജീവിച്ച് മുൻപോട്ട് പോകുന്ന ജീവിതം. ഇവിടെ മാനുഷികമാകുന്ന വികാരങ്ങൾക്കും മാനുഷികമാകുന്ന വിചാരങ്ങൾക്കും സ്ഥാനം കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വിശ്വാസ ജീവിതത്തിൽ വൈകാരികമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൂടാ. നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്, അല്ലാതെ വൈകാരിക ജീവിതം നയിക്കുന്നവർ അല്ല. ഇഫ് യു വാണ്ട് യുവർ മൈൻഡ്, യുവർ ഇമോഷൻ ടു ബി സൗണ്ട്, you need to renew your mind according to the will of the Lord, that is through the Holy Spirit. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പുതുക്കി ക്രിസ്തേശുവിനോട് അനുരൂപരായി, അതായത് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തേശുവിൻ്റെ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഒരു കാര്യം കർത്താവിൻ്റെ കൃപയാൽ പറയാം. നിങ്ങളുടെ മനസ്സ് പുതുക്കം പ്രാപിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുയേശുവിൻ്റെ മനസ്സായി രൂപാന്തരം പ്രാപിക്കാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നിങ്ങൾ പരിപൂർണമായും അവസരം കൊടുക്കുന്ന അനുഭവമാണത്. പലർക്കും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ക്രിസ്തേശുവിൻ്റെ മനസ്സാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തേശുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ അത് സാക്ഷാൽ ദൈവത്തിൻ്റെ മനസ്സാണ്. The mind of Christ is the mind of God. The mind of God is the mind of the Spirit of God. അത് സാക്ഷാൽ പരിശുദ്ധ ആത്മാവാണ്. കാരണം ദൈവം ഏകനാണ്. സ്നേഹമുള്ളവരെ, വളരെ ശ്രദ്ധയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങളിത് കേൾക്കണമെന്ന് ഞാൻ കർത്താവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. നമ്മെ ഈ ലോകത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് ആ സ്വർഗീയൻ്റെ നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. സ്വർഗീയ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നാം വളരണമെങ്കിൽ നമ്മെ ഈ ഭൂമിയിലെ നിലവാരത്തിലേക്ക് നമ്മെ വലിച്ചു താഴ്ത്തുന്ന നമ്മുടെ ആ മനസ്സിൻ്റെ ആ സ്വഭാവം വിട്ടുമാറുവാൻ നാം ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് അന്വേഷിക്കുന്നവരും ദൈവാത്മാവിൽ ശരണപ്പെട്ട് നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായും ആത്മാവിൽ ദരിദ്രനായിക്കൊണ്ട് പരിപൂർണമായും സ്വന്തം മനസ്സും കൊണ്ടും ദരിദ്രനായിക്കൊണ്ട് പരിപൂർണമായും ദൈവത്തിൻ്റെ മനസ്സിലും ദൈവത്തിൻ്റെ ആത്മാവിലും ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നു? കാരണം കർത്താവിന് മുഖപക്ഷമില്ല. കർത്താവ് ആഗ്രഹിക്കുന്നു ഏവരും
തൻ്റെ തലയോളം വളരണം. ഏവരും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ഒരുപോലെ വളരണം. ഏവരും തൻ്റെ ആത്മാവിൻ്റെ ഭാഗമായി ഒരുപോലെ വളരണം. ഏവരും തൻ്റെ മനസ്സുള്ളവരായി വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായ നിലവാരത്തിൽ ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് ഈ സംസാരിക്കുന്നത് എന്തെന്ന് നാം പരിപൂർണമായിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം മനസ്സിലാക്കിയേ പറ്റൂ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഈ ലോകത്തിൻ്റെ സ്വഭാവവും ഈ ലോകത്തിൻ്റെ നടപ്പും ആചാരങ്ങളും അനുകരിക്കരുത്. ഈ ലോകത്തിന് അനുരൂപർ ആകരുത്. ഈ ലോകക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം. എന്നാൽ ഇത് അത്ര സിമ്പിളായ കാര്യമല്ല. പക്ഷേ യേശു ക്രിസ്തുവിൽ സകലതും സാധ്യം ആണ്. ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്: രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞ ഉത്തരമുണ്ട്: മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ക്രിസ്തയേശുവിൻ്റെ മനസ്സുള്ളവരായി മാറാൻ ആർക്ക് കഴിയും? മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. മനുഷ്യരാൽ സാധ്യമാകാത്തതിനെ സാധ്യമാക്കുവാനാണ് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ച് തൻ്റെ ആത്മാവിനെ തന്നെ സ്വീകരിക്കുന്നവരുടെ ഉള്ളിൽ തന്നുകൊണ്ട് തൻ്റെ ആത്മാവിനാൽ നമ്മിൽ വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, ഡോണ്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ സ്വഭാവവും ആചാരങ്ങളും ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുകരിക്കരുത്. പകരം ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. എങ്ങനെ? നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റി ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വ്യക്തമായി പറയുന്നു, ബട്ട് ലെറ്റ് ഗാഡ് ട്രാൻസ്ഫോം യു ഇൻടു എ ന്യൂ പേഴ്സൺ ബൈ ചേഞ്ചിങ് ദ വേ യു തിങ്ക്. പകരം നിങ്ങൾ ഈ ലോകത്തെ അനുകരിക്കുന്നതിന് പകരം, ഈ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾ നടക്കുന്നതിന് പകരം ദൈവം നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളെ തന്നെ പരിപൂർണമായിട്ടും മാറ്റട്ടെ. നിങ്ങൾ ചിന്തിക്കുന്ന നിലവാരത്തെ ദൈവം തന്നെ മാറ്റട്ടെ എന്ന് വചനം വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ ക്രിസ്തേശുവിലായാൽ പുതിയ സൃഷ്ടി എന്നാണ് വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണത്. അതിപ്രകാരം പറയുന്നു: Therefore if anyone is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, നോക്കുക, പുതിയത് വന്നിരിക്കുന്നു. നാം ഒരു ഗോതമ്പ് മണിക്ക് സമമാണ്. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും, അതിനൊരു രൂപാന്തരം വരില്ല. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ്, നമുക്ക് തൻ്റെ ആത്മാവിനെ തന്ന് തൻ്റെ ആത്മാവിലൂടെ നമ്മിൽ പ്രവേശിച്ചിരിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ ഈ ലോക മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ഈ ലോക മനുഷ്യൻ മരിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് ഈ സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തിയെ
ഒരു മോഷണ കുറ്റത്തിന് പിടിച്ചു. ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അയാൾ പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥിക്കാൻ പോയിട്ടാണ് അദ്ദേഹം മാല പിടിച്ചു വാങ്ങിച്ചത്, അതായത് പിടിച്ചു പറിച്ചത്, മോഷണം നടത്തിയത്. എന്ത് നന്നായിട്ട് ആ മനുഷ്യൻ അന്യഭാഷ പറയുന്നു, എത്ര നന്നായിട്ട് ഈ ലോകത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നിലവാരത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസികളെന്ന് പറയുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്ര വിദഗ്ധമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ, ഇതെല്ലാം കാണുമ്പോൾ ആർക്കായാലും തോന്നിപ്പോവും, ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇത് സംഭവിക്കും. ഇത് സംഭവിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. കാരണം ഈ ലോകത്തിന് അനുരൂപരായി ആരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് ജീവിക്കുമോ അവരെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, എനിക്ക് അന്യഭാഷയൊക്കെ പറയാൻ പറ്റുന്നുണ്ട്, എനിക്ക് പ്രവചിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് അതെല്ലാം അങ്ങോട്ട് ഉപയോഗിച്ച് നടന്നാൽ മാത്രം പോരാ. ആത്മീക വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നാം രൂപാന്തരം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ആത്മീക വളർച്ച. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി നാം രൂപാന്തരം പ്രാപിക്കുക എന്നാൽ ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നതിന് സമമാണ്. നാം അല്ല പിന്നെ ജീവിക്കുന്നത്, ക്രിസ്തുവായിരിക്കും ജീവിക്കുന്നത്. നമ്മുടെ ചിന്തയല്ല, ക്രിസ്തുവിൻ്റെ ചിന്തയായിരിക്കും നമ്മെ നടത്തുന്നത്. നാം ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നാം ജീവിക്കുകയില്ല. അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ വ്യക്തമായ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും. മാറ്റമില്ല കാര്യത്തിൽ. ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനല്ല എങ്കിൽ ഞാൻ എന്നെ സ്വയം വഞ്ചിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ മരണത്തിന് കൊടുക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ആ അഴുക്ക് ചാലിലേക്ക് ഒഴുക്കി വിടുകയാണ്. ആ ഒരു ദുഷ്ട സ്വഭാവം നമ്മിൽ വരാതിരിക്കട്ടെ. നമ്മുടെ ദുഷ്ട സ്വഭാവം മാറിപ്പോകുവാൻ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വല്ലാതെ നിർബന്ധിക്കുകയാണ്. ഞാനിത് സംസാരിക്കുന്നത് മറ്റൊരാൾ പ്രസംഗിച്ചത് കേട്ടിട്ടല്ല. ഞാനിത് സംസാരിക്കുന്നത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നുള്ള ആശയം എടുത്തിട്ടല്ല. മറിച്ച് കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റൂ. കർത്താവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിപ്പാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. ഒരു ജീവിതമേ ഉള്ളൂ, അത് തോൽക്കാനുള്ളതല്ല. ഒരു ജീവിതമേ ഉള്ളൂ, അത് നശിച്ചു പോകാനുള്ളതല്ല. ഒരു ജീവിതമേ ഉള്ളൂ, അത് ഈ ലോകത്തിന് അനുരൂപരാകുവാനുള്ളതല്ല. ഒരു ജീവിതമേ ഉള്ളൂ, അത് പാപത്തിൽ നിന്നുള്ള മോചനത്തിനായിരിക്കണം. അത് രൂപാന്തരത്തിന് വേണ്ടിയായിരിക്കണം. അത് ക്രിസ്തയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്ന് സാക്ഷി നിൽക്കുവാനുള്ളതായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞു, എന്നെ അനുഗമിക്കുന്ന മാർഗം ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. ദൈവത്തിലേക്കുള്ള മാർഗം ഇടുക്കവും ഞെരുക്കവുമുള്ള മാർഗമാണ്. ദൈവത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് സ്വയം ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ടുള്ള മാർഗമാണ്. ദൈവത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ മാർഗം തന്നെയാണ്. കാരണം ഈ മാർഗം ലോകത്തിനറിയത്തില്ല, കൂടെ ജീവിക്കുന്നവർക്ക് അറിയത്തില്ല. ദൈവത്തെ ലോകത്തിനറിയത്തില്ല. ദൈവം ഈ ലോകത്തിന് തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അന്വേഷിക്കുന്നവർക്കാണ്. ഈ ലോകത്തിൻ്റെ സ്വഭാവവും ഈ ലോകത്തിൻ്റെ
രീതിയും ഒന്നും നിങ്ങൾ അനുകരിക്കരുത്. പകരം ദൈവത്തെ അനുവദിക്കുക. എന്തിനനുവദിക്കണം? നിങ്ങളുടെ മനസ്സിനെ പുതുക്കുവാൻ, നിങ്ങളെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ തൻ്റെ മനസ്സെന്തെന്ന് രുചിച്ചറിയുവാൻ ദൈവത്തെ അനുവദിക്കുക. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾക്ക് പാപക്ഷമ എന്തെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് പാപക്ഷമ അനുഭവിക്കണമോ? നിങ്ങൾക്ക് ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയണമോ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിപ്പാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചേ പറ്റൂ. അതിനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും നിർബന്ധിക്കുന്നത്. പലപ്പോഴും പല നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുമ്പോൾ, പലപ്പോഴും നാം ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ, പലപ്പോഴും നാം നിരാശയിൽ ആണ്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ മനസ്സൊന്ന് മാറ്റിവെച്ചിട്ട് എൻ്റെ മനസ്സിന് പ്രവേശിപ്പാൻ, എൻ്റെ മനസ്സിന് നിന്നിൽ പ്രവർത്തിപ്പാൻ അവസരം താ. നിന്റെ ചിന്താഗതിക്ക് മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു. എനിക്ക് പ്രവേശിപ്പാൻ, എനിക്ക് പ്രവർത്തിപ്പാൻ അവസരം താ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായ നിലവാരത്തിൽ സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ്, പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിന് രൂപാന്തരം വരാത്തതാണ്. നമ്മുടെ മനസ്സ് ക്രിസ്തയേശുവിൻ്റെ മനസ്സായി മാറാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവപ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന സത്യത്തെ ദൈവമക്കൾ തിരിച്ചറിയണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം വചനവും എല്ലാമായിട്ടാണ് കർത്താവിൻ്റെ കൃപയാൽ വന്നിരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്തെന്ന് ഞാനും നിങ്ങളും പരിപൂർണമായി മനസ്സിലാക്കി കർത്താവിലുള്ള ആ സ്നേഹത്തിൽ മുൻപോട്ട് പോയേ പറ്റൂ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മനസ്സെന്തെന്ന് എപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ അറിയാൻ കഴിയുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹവും എന്തെന്ന് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ വരിയോട് കൂടെ ചേർന്ന് ആ വരിയൊക്കെ മനസ്സിലാക്കി ഇമോഷണലായിട്ട് കരയുമ്പോൾ, നിങ്ങളുടെ ഭാരമെല്ലാം ഇറക്കി വെക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസമല്ല ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ, നാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളരുമ്പോൾ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവപ്രസാദം എന്തെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ മനസ്സെന്തെന്നറിഞ്ഞ് ആ മനസ്സിൻ്റെ അനുഭവത്തിൽ ആ മനസ്സ് പൂർണ്ണമായും സ്വീകരിച്ച് ആ മനസ്സിന് യോജിച്ച രീതിയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് അത് ദൈവാത്മാവിനാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറാൻ ആരംഭിക്കുമ്പോൾ നാം നമുക്കുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറയും. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ ആരംഭിക്കുമ്പോൾ നാം ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിനുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. നാം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മിൽ പ്രവർത്തിപ്പാൻ ഇടം കൂടുതലായിട്ട് കൊടുക്കും. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഒരു 10,000 പ്രാർത്ഥനാ വിഷയം ഉള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ താങ്കൾ, കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സിനെ രുചിച്ചറിയുവാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയങ്ങളൊന്നും പ്രാധാന്യം ഉള്ളതായിട്ട് ഒരിക്കലും തോന്നില്ല. ഗ്യാരണ്ടീഡാണ്.
നിങ്ങൾക്കൊരിക്കലും ആ വിഷയങ്ങൾ പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രാധാന്യം കർത്താവും കർത്താവിൻ്റെ മനസ്സും മാത്രമായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഭയം മാറിപ്പോകും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ആരംഭിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം മാത്രമേ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതായിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കുന്ന നിലവാരത്തിലേക്ക് വരും. അവിടെ നിങ്ങൾ അനുഭവിച്ചറിയും ദൈവം നിങ്ങളുടെ ഓരോ വിഷയങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കാതെ, നിങ്ങൾ ചിന്തിക്കാതെ തന്നെ ദൈവം നിങ്ങളുടെ ഓരോ വിഷയങ്ങളെയും ഏറ്റെടുത്ത് നിവർത്തിച്ച് തരുന്നത് നിങ്ങൾ കാണും. വല്ലാതെ പ്രാർത്ഥിക്കുന്ന, വല്ലാതെ യാചിക്കുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യോ അവ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറിയാൽ ക്രിസ്തു തരുന്നത് മാത്രം പ്രാർത്ഥിക്കും, ക്രിസ്തു തരുന്നത് മാത്രം ചിന്തിക്കും, ക്രിസ്തു തരുന്നത് മാത്രം പ്രവർത്തിക്കും, ക്രിസ്തു തരുന്നത് മാത്രം സംസാരിക്കും. മനുഷ്യനുള്ളത് ത്യജിച്ചു കളഞ്ഞ് ദൈവത്തിനുള്ളത് സ്വീകരിക്കും. അതാണ് പുതിയ സൃഷ്ടി. ക്രിസ്തേശുവിൽ പുതിയ സൃഷ്ടി. അതിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സ്വഭാവവും ആചാരങ്ങളും നിഷ്ഠകളും നിങ്ങൾ അനുകരിക്കരുത്. പകരം ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. എങ്ങനെ? നിങ്ങളെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുന്നു. നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റിക്കൊണ്ട്, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റിക്കൊണ്ട് ദൈവം നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കട്ടെ എന്ന് വചനം നമ്മോട് വ്യക്തമായി സംസാരിക്കുകയാണ്. എന്നിട്ട് ഇപ്രകാരം പറയുന്നു, then you will learn to know God's will for you. അങ്ങനെ വരുമ്പോൾ മാത്രം, ഞാൻ ഈ സംസാരിച്ച ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രം നിങ്ങൾ പഠിക്കും. എന്ത് പഠിക്കും? ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കും. ഞാനിത് നേരത്തെ നിങ്ങളോട് ഞാൻ സംസാരിച്ചു. പലരും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ, കർത്താവെ അങ്ങക്ക് ഹിതമെങ്കിൽ അത് തരണം, കർത്താവെ എന്നോട് ഇടപെടണം. പലരും നിങ്ങളോട് ആലോചനകൾ പറഞ്ഞിട്ടുണ്ടാകാം, ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നെല്ലാം. അതൊന്നും നടക്കാതെ വരുമ്പോൾ പല പല ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ഈ ലോകത്തിന് അനുരൂപരായി നടക്കാതെ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അപ്രകാരം ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചവരായിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. എന്താണ് നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഹിതം? നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദവും നല്ലതുമായതാണ്. Then you will learn to know God's will for you, which is good and pleasing and perfect. ദൈവത്തിൻ്റെ നിങ്ങളിലുള്ള ഹിതം എന്ന് പറയുന്നത് നല്ലതായിരിക്കും, അത് പ്രസാദമുള്ളതായിരിക്കും, അത് പരിപൂർണതയുള്ളതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം നിങ്ങൾ ഒരുപക്ഷെ തോറ്റ അനുഭവമായിരിക്കാം, അപമാനത്തിൻ്റെ അനുഭവമായിരിക്കാം, കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന അനുഭവമായിരിക്കാം, രോഗത്തിൻ്റെ അനുഭവമായിരിക്കാം, കരുണയോടെ ഒരു വാക്ക് പറയാൻ ആരുമില്ലാത്ത അനുഭവമായിരിക്കാം. പക്ഷേ ആ പഴയ മനുഷ്യൻ്റെ മനസ്സ് നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ തകർക്കാൻ തക്കവണ്ണം ഓരോ സാഹചര്യത്തിലൂടെ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിക്ക്. കർത്താവിൻ്റെ ആത്മാവ്
കർത്താവിൻ്റെ മനസ്സിനെ നിങ്ങളിലേക്കൊന്ന് പകരട്ടെ. നിങ്ങളെ തന്നെ ഒന്ന് ത്യജിച്ചു കള. നിങ്ങളുടെ ജീവിതത്തെ വലുതായി കാണാതെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഏറ്റവും വിലയേറിയതായി എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിപ്പാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൽ ശരണം പ്രാപിക്കുക. കർത്താവിൻ്റെ ആത്മാവിൽ ശരണം പ്രാപിക്കുക. കർത്താവെ, അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ മനസ്സിലാക്കുവാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ലോകത്ത് എന്നെ സഹായിക്കാൻ, എന്നെ ദൈവത്തിൻ്റെ മനസ്സുള്ളവനാക്കി മാറ്റുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവിനെ എന്നിൽ വസിപ്പാൻ അയച്ചിരിക്കുകയാണ്. ക്രിസ്തു തൻ്റെ ആത്മാവിനെ എന്നിൽ അയച്ചതിലൂടെ ക്രിസ്തു എന്നിൽ അയക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു എന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ സത്യത്തെ ഗ്രഹിച്ച് ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടതിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങളത് 100% ദൂരീകരിക്കണം. അത് ദൂരീകരിച്ചു തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നെ വിളിക്കാം. എത്ര സമയം വേണോ വചനം സംസാരിച്ച് നിങ്ങളെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുവാൻ ഞാൻ സന്നദ്ധനാണ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ആ ഒരു ഉദ്യമത്തിനും ആണ്. ഞാനത് സന്തോഷത്തോടെ ചെയ്യും. അതാർക്കും ബാധ്യതയും അല്ല. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപർ ആകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരം പ്രാപിക്കുക. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, നാം ക്രിസ്തു നമ്മുടെ തലയെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, നിശ്ചയമായിട്ടും നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് എന്നുള്ള സത്യത്തെയും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതവും നാം നയിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന സത്യത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങളാരും മറക്കരുത്. ഞാൻ ഈ സംസാരിച്ചത് പരിപൂർണമായും സത്യമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സില്ലാത്ത വ്യക്തിയുടെ മാനസികാരോഗ്യം വളരെ മോശമായിരിക്കും. മാനസിക ആരോഗ്യം മോശമാണോ അത് നിങ്ങളുടെ ശരീരത്തെയും ബാധിക്കും. ഒരുവൻ്റെ മനസ്സ് തകർന്നാൽ അവൻ്റെ ശരീരവും തകരും. മനസ്സും ശരീരവും തകർന്നാൽ ആ മനുഷ്യൻ്റെ ജീവിതം നരകമായിരിക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥനയും ആ വ്യക്തിയുടെ വിശ്വാസവും ആ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയും ആ വ്യക്തിക്ക് ഗുണം ചെയ്യാതെ പോകും. അങ്ങനെ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. അതാണ് ഈ സംസാരിച്ചതിൻ്റെ സാരാംശം. വെറുതെ നശിക്കാൻ വേണ്ടി ആരും ദൈവത്തെ അറിയരുത്. നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ അറിയുക. ഈ സത്യം ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഈ സീരീസ് വീണ്ടും തുടരുന്നതായിരിക്കും. കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. ദൈവവചനം സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. സംശയങ്ങൾ തീർത്ത് തന്നെ മുൻപോട്ട് പോകണം. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറയണം, വിളിക്കണം, കാര്യങ്ങൾ അറിയിക്കണം. നമുക്ക് ക്രിസ്തേശുവിൻ്റെ സ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഏവരോടും കൂടെ ഇരിക്കട്ടെ. ആമേൻ.